അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സൂറത്തു നംലിലെ 9 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നമ്മൾ പഠിച്ചത്. മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചുള്ള യാത്രാമധ്യേ കുടുംബമുണ്ട് കൂടെ. അവിടെ കൊടും തണുപ്പാണ്, വഴിതെറ്റിയിട്ടുമുണ്ട്. ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദൂരത്തിലൊരു തീനാളം കാണുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ അവിടെയാക്കി ഞാൻ അവിടെ പോയി വഴി അന്വേഷിച്ചു വരാം, അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് തീ പകർത്തിയെടുത്ത് നമുക്ക് തണുപ്പിനാശ്വാസമായി കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയും ആ തീയുടെ അടുത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുന്ന ഒരു ശബ്ദം, നൂദിയ അംബൂരിക്ക എന്ന് പറഞ്ഞുകൊണ്ട്, അംബൂരിക്ക മൻ ഫിന്നാരി വമൻ ഹൗലഹ എന്ന ഒരു ശബ്ദം അവിടെ കേൾക്കുകയുണ്ടായി. ആ തീയുടെ അടുത്തു വന്ന ആൾക്ക് അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളും അല്ലെങ്കിൽ അതിനടുത്തു നിന്ന മലക്കുകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. ആ ശബ്ദം കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഭയന്ന് നിൽക്കുകയും ആ ഭയം മാറ്റുവാൻ വേണ്ടി തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പേടിച്ച് ഉറച്ചു നിൽക്കുന്ന സമയത്താണ്, കാരണം ഒരാളെയും കാണുന്നില്ല, എവിടെ നിന്നാണ് ശബ്ദമെന്നറിയില്ല, ആ തീയിൻ്റെ ഉള്ളിൽ നിന്നാണോ ശബ്ദമെന്ന് പേടിച്ചു പോയ ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിളിച്ചു പറയാണ്, യാ മൂസ. അങ്ങനെ മൂസ എന്ന വിളി കേട്ടപ്പോൾ ഒരു ആശ്വാസമാണ്. കാരണം എന്നെ അറിയുന്ന ആരോ ആണ് എന്നെ വിളിച്ചത് എന്ന ഒരു രൂപത്തിൽ അദ്ദേഹം ആ പേടിയിൽ നിന്ന് ആശ്വാസം കൊള്ളുകയാണ്. യാ മൂസ ഇന്നഹു അനല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹു ആകുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് ബോധനം നൽകി. എന്നിട്ട് ആ അല്ലാഹു അൽ അസീസ് അൽ ഹക്കീം എന്ന നാമങ്ങൾ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ 2 നാമങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ തീയാണ് ആ ശക്തിയെന്നും ആ വിളിച്ചത് എന്നും ചിന്തിക്കാതിരിക്കാൻ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് പങ്കുകാരില്ല. അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ചെയ്തിയിൽ, അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ ഒരാൾക്കും ഒരു സൃഷ്ടിക്കും ഒരു പങ്കുകാരുമില്ല. അവൻ റബ്ബിൽ ആലമീൻ എന്നാണ് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ലോകങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല, അവൻ പരമപരിശുദ്ധനാണ് എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون. അവിടെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിക്കുകയാണ്. വഅൽഖി, നീ ഇട്ടുകൊള്ളുക, ഇടുക, അസ്വാക, നിന്റെ വടിയെ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു. ആ വടി ചിലപ്പോൾ ഊന്നി നടക്കാൻ, അല്ലെങ്കിൽ ആട് മേയ്ക്കുമ്പോൾ ആടിന് ഇലകൾ പറിച്ചിട്ട് കൊടുക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കയ്യിൽ ഒരു വടി കൊണ്ടു നടക്കുമായിരുന്നു. 10-12 വർഷങ്ങൾ തൻ്റെ കയ്യിൽ ആ വടി ഉണ്ടായിരുന്നു. സാധാരണ ഒരു വടിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അൽഖി അസാക, നിന്റെ വടിയെ നീ താഴെ ഇടുക. വടി നിലത്തിട്ടപ്പോൾ കണ്ട കാഴ്ചയാണ് ശേഷം ബാക്കി പറയുന്നത്. ഫലമ്മാ റആഹ,
വ അൽക്കി അസാക്ക എന്ന് പറഞ്ഞു. അള്ളാഹു വടി നിലത്തിടാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ആ വടി നിലത്തിട്ട സംഭവം അവിടെ പരാമർശിക്കുന്നില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടു. വടി നിലത്തിട്ടപ്പോൾ കണ്ട കാഴ്ചയാണ് ഇനി ആയത്തിൽ പ്രതിപാദിക്കുന്നത്. ഫലമ്മാ റആഹ, അങ്ങനെ വടി നിലത്തിട്ടിട്ട് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? തഹ്തസ്സു, അതിങ്ങനെ വിറച്ച് കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കഅന്നഹ ജാന്നുൻ, അതൊരു പാമ്പ് പോലെ, ഒരു സർപ്പം പോലെയാണ് എന്ന് പറഞ്ഞു. ഒരു സർപ്പം അത് അതിശക്തമായ രൂപത്തിൽ വിറച്ച് അധിക വേഗത്തിൽ പോകുന്ന രൂപത്തിൽ കണ്ട കാഴ്ചയാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടെ കാണുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം വടി പാമ്പായ വിഷയം പറഞ്ഞപ്പോൾ സൊഅ്ബാൻ, അതുപോലെ തന്നെ ജാൻ, പിന്നെ അതുപോലെ തന്നെ സൊഅ്ബാൻ, ജാൻ, ഹയ്യത്ത് എന്ന് പറഞ്ഞ് 3 രൂപത്തിൽ ആ പാമ്പിനെ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് അതിൻ്റെ വലിപ്പം നോക്കുമ്പോൾ ഒരു പെരുമ്പാമ്പ് പോലെയാണ്, അതുകൊണ്ടാണ് അതിനെ ജാൻ എന്ന് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ തുടുതുടുപ്പും അതിൻ്റെ വേഗതയും കണ്ടപ്പോൾ അതൊരു സർപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഇഴച്ചിൽ. അതുകൊണ്ടാണ് അതിനെ സൊഅ്ബാൻ എന്നും മറ്റൊരായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ജാൻ, സൊഅ്ബാൻ, അതുപോലെ തന്നെ ഹയ്യത്ത് എന്നീ രൂപത്തിലൊക്കെയും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വർഷങ്ങളോളം കൂടെയുണ്ടായിരുന്ന, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി നിലത്തിട്ടാൽ പാമ്പാകുമെന്ന് അറിയില്ല. പലപ്പോഴും നിലത്ത് വീണിട്ടുണ്ട്, നിലത്തിട്ടിട്ടുണ്ട്, കയ്യിൽ നിന്ന് നിലത്തേക്ക് പോയിട്ടുണ്ട്, അപ്പോഴൊന്നും പാമ്പായിട്ടില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വ അൽഖി, നീ താഴെയിട്, നിലത്തിട്, അസാക്ക, നിൻ്റെ വടിയെ എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മൂസാ നബി അലൈഹി സ്വലാം ഇത് പാമ്പാകുമെന്നുള്ളത്. അങ്ങനെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രധാനപ്പെട്ട 9 മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് വടി നിലത്തിട്ടാൽ പാമ്പാവുക എന്നുള്ളത്. അതൊരിക്കലും സ്വന്തം കഴിവല്ല, കൊടുത്ത കഴിവുമല്ല. നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ആളുകൾ, വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ, ഇത്തരം അമാനുഷികമായ സംഭവങ്ങൾ അത് പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തായി കൊണ്ട് കൊടുത്ത കഴിവാണ്, അവർക്ക് എപ്പോഴും യഥേഷ്ടവും ഉപയോഗിക്കാൻ സാധിക്കും എന്നു പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടു, പാമ്പായി. ആ പാമ്പായ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ച് പിന്നോട്ട് മാറി. അതാണ് ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട് പറഞ്ഞത്. പേടിച്ചു പോയപ്പോൾ വല്ല മുദ്ബിറൻ, പിന്തിരിഞ്ഞോടിയെന്നാണ്. ആ ഓട്ടത്തിൻ്റെ ഊക്ക് നമുക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ടതാണ് മുഅ്ജിസത്ത് എന്നത് കൊടുത്ത കഴിവോ സ്വന്തം കഴിവോ ഒന്നുമല്ല. അത് അള്ളാഹു തീരുമാനിക്കുന്നു, അള്ളാഹു അവരിലൂടെ നടപ്പിലാക്കുന്നു. അൽഖി എന്ന് പറഞ്ഞ് വടി നിലത്തിടാൻ പറഞ്ഞു. ആ വടി നിലത്തിടാനുള്ള കഴിവ് മൂസാ നബി അലൈഹി സ്വലാമിനുണ്ട്. പക്ഷേ ആ വടിയെ പാമ്പാക്കിയത് അള്ളാഹുവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ മൂസാ നബി അലൈഹി സ്വലാം വിചാരിച്ചത് കൊണ്ടല്ല പാമ്പായത്. അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് പാമ്പായതെങ്കിൽ അത് പാമ്പായി മാറിയപ്പോൾ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാം പേടിച്ച് പിന്നോട്ട് മാറേണ്ടതില്ല. മാത്രമല്ല, പിന്നോട്ട് മാറിയതിൻ്റെ ബാക്കി ഭാഗം, അതിൻ്റെ രൂപം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, ഈ 10ാമത്തെ ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട് പറയുന്നുണ്ട്. എന്താണ് ആ ഓട്ടത്തിൻ്റെ രൂപം? വലം യുഅഖബ്, തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടം. പേടിച്ച് വിറച്ചുകൊണ്ട് ഒരു വലിയ സർപ്പം, ഒരു വലിയ പെരുമ്പാമ്പ് പോലെയുള്ള, വേഗത്തിൽ ഓടുന്ന സർപ്പം പോലെയുള്ള ഒരു പാമ്പ്, അതിനെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടമാണ് മൂസാ നബി അലൈഹി സ്വലാം ഓടിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിൻ്റെ വാക്കുകളായിക്കൊണ്ട് പറയുന്നു, യാ മൂസ, അല്ലയോ മൂസ, ലാ തഖഫ്, നീ പേടിക്കേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല, നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ആശ്വസിപ്പിക്കാൻ. കാരണം ആ അള്ളാഹുവിനറിയാം മൂസാ നബി അലൈഹി സ്വലാമിനെ ഈ പാമ്പ് ഉപദ്രവിക്കുകയില്ല എന്നുള്ളതും, ആ പാമ്പിൻ്റെ കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നതും അള്ളാഹുവിന് ആ മൂസാ നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൂസ, താങ്കൾ പേടിക്കേണ്ടതില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, എൻ്റെ അടുക്കൽ മുർസലീങ്ങൾ,
വേദഗ്രന്ഥവുമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല എൻ്റെ അടുക്കൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ 2 സവിശേഷതകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി എന്ന വലിയൊരു മുഅ്ജിസത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ അള്ളാഹു നടപ്പിലാക്കി. ആ പാമ്പിനെ കണ്ട് പേടിക്കേണ്ടതില്ല എന്ന ആശ്വാസവാക്കുകൾ ലഭിച്ചു. ഇനി രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ അടുക്കൽ മുർസലീങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നതിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാം മുർസലീങ്ങളിൽ ഒരാളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ജനങ്ങളെ പ്രബോധനം ചെയ്യാനുള്ള ഒരു റസൂലായി അള്ളാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ദിവ്യ സന്ദേശമാണ് ആ തൂരി സീന പർവ്വതത്തിൽ ആ രാത്രിയിൽ വഴിതെറ്റിയ സന്ദർഭത്തിൽ അവർ വെളിച്ചമന്വേഷിച്ചു വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല വഹിയുടെ ആരംഭം കുറിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. അവർ വഴിതെറ്റിയതും തണുത്തതും തണുപ്പിൽ വിറച്ചു നിൽക്കുന്നതും അങ്ങനെ ഒരു വെളിച്ചം കാണാനിടയായതും തൂരി സീന പർവ്വതത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ആ തീയുടെ അടുക്കലേക്ക് വന്നതും ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനം കൂടിയാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ റബ്ബിൽ ഭരമേൽപ്പിക്കുക എന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അതു മതി, അള്ളാഹു മതി. ഇനി പേടിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം പേടിച്ചു വിറച്ചു നിൽക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അവൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒരു സംഘത്തെ ഭയപ്പെട്ടാൽ, ഒരു നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ നമുക്കെതിരെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഭയപ്പെടുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്ന നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും നെഞ്ചുകൾക്കിടയിൽ ഒരു കവചം തീർക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ ഷർറുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ശത്രുക്കൾ അവർ നമുക്ക് നേരെ വരുമ്പോൾ അവരിൽ ഭയം നമ്മൾ കാണുകയാണ് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുർസലീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പേടിക്കേണ്ടി വരികയില്ല എന്നും പഠിപ്പിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം മുർസലീങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്ന് ഒരു സൂചന ആ ആയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇതിന് ശേഷം 11-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഇത് കേൾക്കാം. إلا من ظلم ثم بدل حسنا بعد سوء فإني غفور رحيم. അല്ലാഹു സുബ്ഹാനഹു തആല ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതിന് ശേഷം കൂട്ടിച്ചേർക്കുകയാണ്, ഇല്ലാമൻ ളലമ, അക്രമം പ്രവർത്തിച്ചവർക്ക് ആശ്വാസമില്ലട്ടോ. അക്രമം പ്രവർത്തിച്ചവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിർഭയത്വമില്ല. സുമ്മ ബദ്ദല ഹുസ്നം ബഅദ സൂഇൻ, മോശം പ്രവർത്തിച്ചതിന് ശേഷം നന്മകൾ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകും. അതുകൊണ്ടാണ് ഫഇന്നി ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ ഏറെ പാപം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ നാമങ്ങളെ എടുത്തു പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുൽമ് എന്നത് ഏറ്റവും വലിയ ദുൽമ് ഷിർക്കാണ്. ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല. അക്രമം പ്രവർത്തിക്കുക എന്നത് ഇസ്ലാമിന് അന്യമാണ്. ചില ആളുകൾ ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്നൊക്കെ പറയും. എന്നാൽ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, ആശ്വാസം ലഭിക്കണമെങ്കിൽ, നിർഭയത്വം ലഭിക്കണമെങ്കിൽ
ദുൽമ്, അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇനി ജീവിതത്തിലെങ്ങാനും അത്തരം ശിർക്കുകൾ വന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിനെ നന്മകൾ കൊണ്ട് പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് ആ റബ്ബിൻ്റെ മഗ്ഫിറത്ത്, പാപമോചനം തേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞു. ഗാഫിർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവൻ എന്നാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറെ പൊറുക്കുന്ന, ധാരാളം പാപങ്ങൾ പൊറുക്കുന്നവൻ എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മൂന്നാമതൊരു രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ഗഫാർ, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവൻ. അപ്പോൾ ഗാഫിറാണ്, ഗഫാറാണ്, ഗഫൂറാണ്. അവൻ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു. പക്ഷേ എന്തു വേണം? തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം, ചെയ്ത അക്രമങ്ങളൊക്കെ അവസാനിപ്പിക്കണം, എന്നിട്ട് തൗബ ചെയ്തു മടങ്ങണം, റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. തിന്മകളെ നന്മകളാക്കി മാറ്റിത്തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ്. ഒരു മനുഷ്യൻ അവൻ ജീവിതത്തിൽ തിന്മകൾ പ്രവർത്തിച്ചു, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, ഒരു മനുഷ്യൻ തിന്മകൾ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു, അങ്ങനെയുള്ള മനുഷ്യൻ സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, ആ തിന്മകൾ ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹുവിനെ ഏറെ പാപം പൊറുക്കുന്നവനായിക്കൊണ്ട് കരുണാനിധിയായിക്കൊണ്ട് നിനക്ക് കാണാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെയ്തുപോയ തെറ്റുകൾ മാറ്റി നിർത്തുക, അതിൽ പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങുക. ഇനിയുള്ള ശിഷ്ടജീവിതം തിന്മകളിൽ നിന്ന് മുക്തമായി നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പരലോക ജീവിതത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് ഈയൊരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹു പുറത്തു തരും. ഇബ്നു കസീർ റഹ്മഹുല്ല പറയാണ്, വഫീഹി ബിശാറത്തുൻ അലീമത്തുൻ ലിൽ ബഷർ, മാനവകുലത്തിന് ഏറ്റവും നല്ല ഒരു സന്തോഷ അറിയിപ്പാണ്, ഒരു സൂചനയാണ് ഈ ആയത്ത് എന്നുള്ളത്. ഒരിക്കലും തെറ്റുകൾ ചെയ്തുകൊണ്ട് ആ തെറ്റിൽ മുഴുകുക എന്നതല്ല, മറിച്ച് തെറ്റ് സംഭവിച്ചു പോയാൽ അവന് പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്, പക്ഷേ ഇനി ചെയ്യരുത് എന്ന ഒരു സൂചനയും കൂടി ഈ ആയത്തിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ മുഅ്ജിസത്ത് ഇവിടെ എടുത്തു പറയുകയാണ്. സൂറത്തു നംൽ 27-ാം അധ്യായം 12-ാമത്തെ വചനം, അതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ആ വചനം നിങ്ങൾക്ക് കേൾക്കാം. وأدخل يدك في جيبك تخرج بيضاء من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين. 9 ദൃഷ്ടാന്തങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമിന് മുഅ്ജിസത്തായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകടമാക്കിയിട്ടുള്ളത്. ആ 9-ൽ ഒന്നാമത്തത് വടി നിലത്തിട്ടപ്പോൾ പാമ്പായി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇനി പറയാൻ പോകുന്ന വിഷയമാണ്. ഈ 9 മുഅ്ജിസത്തുകളും ഫിർഔനും തൻ്റെ കൂട്ടർക്കുമുള്ള ഒരു വിശ്വസിക്കാൻ പാഠമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ നടപ്പിലാക്കിയ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളാണ് എന്നത് തിരിച്ചറിയണം. ആയത്തിൽ കാണാം, വ അദ്ഖിൽ യദക. അദ്ഖിൽ എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന ക്രിയയാണ്. അദ്ഖിൽ, നീ പ്രവേശിപ്പിക്ക്. അദ്ഖിൽ യദക, നിൻ്റെ കൈയിനെ, നിൻ്റെ കൈ നീ പ്രവേശിപ്പിക്കുക. ഫി ജൈബിക, നിൻ്റെ കുപ്പായ മാറിലേക്ക് നീ പ്രവേശിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് സൂറത്തു ത്വാഹയുടെ 22-ാമത്തെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ്. കക്ഷത്തിലേക്ക് നിൻ്റെ കൈ പ്രവേശിപ്പിക്കുക. സൂറത്തുൽ അറാഫിൻ്റെ 108-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ജെയ്ബ് എന്ന് പറഞ്ഞാൽ
കുപ്പായമാറ് എന്നാണ് അവിടെ അർത്ഥമായിട്ടുള്ളത്. എന്നാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? തഖ്റുജ്, നീ പുറത്തെടുക്ക്, ബൈദാഅ മിൻ ഗൈരി സൂഇൻ, ന്യൂനതയില്ലാത്ത, കലർപ്പില്ലാത്ത, ശുദ്ധമായ രൂപത്തിൽ വെളിച്ചം വീശുന്ന ഒരു കൈയായിക്കൊണ്ട് നീ അതിനെ പുറത്തെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ നടപ്പിലാക്കിയ ഒരു മുഅ്ജിസത്താണ്. കൈ കക്ഷത്തിലേക്ക് വച്ച് പുറത്തെടുക്കുമ്പോഴേക്ക് അത് വെളുത്ത് ന്യൂനതകളില്ലാത്ത ഒരു പ്രത്യേകതരമായ ഒരു അവസ്ഥ ഉണ്ടായിത്തീരുക എന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കഅന്നഹ ഖിത്അതു ഖമരിൻ, അത് ചന്ദ്രൻ്റെ ഒരു കഷ്ണം പോലെ. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ശോഭ എത്ര മനോഹരമാണ്, അതുപോലെ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു പീസായിക്കൊണ്ട് ആ കൈയിനെ കാണാൻ സാധിക്കും. അതുപോലെയാണ് വെട്ടിത്തിളങ്ങുന്ന വെളുത്ത കൈയായിക്കൊണ്ട് ആ കൈ മാറും എന്നതാണ് ഇവിടെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫീ തിസ്ഇ ആയാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങളിൽ ഒരായത്താണ്, ഒരു ദൃഷ്ടാന്തമാണ് ഈ കൈ കക്ഷത്തിലേക്ക് വച്ച് തിരിച്ചെടുക്കുമ്പോഴേക്ക് വെള്ളയായി പ്രകാശപൂരിതമായി കൊണ്ട് ആ കൈ മാറുക എന്നത്. എന്തിനാ അങ്ങനെ ആക്കിയത്? അതാണ് ആയത്തിൻ്റെ ബാക്കി പറഞ്ഞത്. ഇലാ ഫിർഔന വ ഖൗമിഹി, ഫിർഔനിനും അവൻ്റെ കൂട്ടർക്കും അതൊരു ദൃഷ്ടാന്തമായി മാറാൻ, വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു അമാനുഷികമായ ഒരു സംഭവമാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അവർ ധിക്കാരികളായ, തെമ്മാടികളായ, മോശപ്പെട്ട ഒരു ജനസമൂഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആരാണ് ഫിർഔനും അവൻ്റെ കൂട്ടരും? ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ എന്നാണ്. അവർ ദുർനടപ്പുകാരായ, തെമ്മാടികളായ ഒരു കൂട്ടം ആളുകളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നാമമല്ല, മറിച്ച് ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് ഭരിച്ചിരുന്ന അമുസ്ലിം ഭരണാധികാരികളുടെ കുടുംബത്തിൻ്റെ പേരാണ് ഫിർഔൻ എന്നുള്ളത്. എന്നാൽ ആ ഭരണാധികാരി ആരാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ റാംസസ് രണ്ടാമൻ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു ആലം. അപ്പോൾ ഫിർഔൻ അതായത് ഭരണാധികാരികൾ, ആ നാട്ടിലെ ഭരണാധികാരിയും, അങ്ങനെ ഭരണാധികാരിയെ ഫിർഔൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. മറിച്ച് ആ ഭരണാധികാരിയുടെ പേരല്ല ഫിർഔൻ എന്നത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അങ്ങനെ റാംസസ് രണ്ടാമനും തൻ്റെ കൂട്ടരും ഏറ്റവും മികച്ച ഭരണവും ഏറ്റവും നല്ല സമ്പത്തിൻ്റെ ഉടമകളും എല്ലാവിധ വിഭവങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു രാജാവും, പ്രജകളും ആ രൂപത്തിൽ ഫിർഔനിനെയും ആ രാജവാഴ്ചയും ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ്. 9 ദൃഷ്ടാന്തങ്ങളിൽ രണ്ടാമത്തെ ദൃഷ്ടാന്തം കൈ കക്ഷത്തിലേക്ക് വച്ച് പുറത്തെടുക്കുമ്പോഴേക്ക് അത് വെളുത്ത് പ്രകാശപൂരിതമായി മാറുന്നു എന്നത്. അപ്പോൾ ഏതാണ് ആ 9 ദൃഷ്ടാന്തങ്ങൾ? അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേത് നമ്മൾ പഠിച്ചു, വടി നിലത്തിട്ടപ്പോൾ പാമ്പായി എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മൾ കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, കൈ കക്ഷത്തിലേക്ക് വച്ച് പുറത്തെടുക്കുമ്പോഴേക്ക് ആ കൈ ഒരു ചന്ദ്രനെപ്പോലെ പ്രശോഭിക്കുന്ന ഒരു വെളിച്ചമായി മാറും എന്നത് നമ്മൾ മനസ്സിലാക്കി. അതാണ് സൂറത്തു നംലിലെ 10-12 വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി മൂന്നാമത്തെ ദൃഷ്ടാന്തമാണ് ജലപ്രളയം എന്നുള്ളത്. ആ നാട്ടിലെ ആളുകൾ അഹങ്കരിച്ചപ്പോൾ ജലപ്രളയം ഉണ്ടാക്കി. അത് മുൻകൂട്ടി മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ വഹി മുഖേന ആളുകൾക്ക് അറിയിച്ചു. പക്ഷേ ആളുകൾ ഉൾക്കൊണ്ടിട്ടില്ല. ജലപ്രളയമുണ്ടായി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫിർഔനും കൂട്ടരും ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെ രക്ഷിച്ചു. ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ. മൂന്നാമത്തെ ദൃഷ്ടാന്തം എന്നത് ജലപ്രളയമാണ്. നാലാമത്തത് വെട്ടുകിളിയെ കൊണ്ട് പ്രയാസപ്പെടുത്തി. എവിടെ നോക്കിയാലും വെട്ടുകിളിയുടെ ശല്യം. അവർക്കൊരു സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നില്ല. വെട്ടുകിളിയെ കൊണ്ട് ശല്യം ആയ സമയത്തും ഫിർഔനിന് അതൊരു ദൃഷ്ടാന്തമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിലൂടെ നടപ്പിലാക്കിയ
ഒരു മുഅ്ജിസത്തായിരുന്നു വെട്ടുകിളിയെ കൊണ്ട് ഫിർഔനിനും കൂട്ടരും ശല്യമുണ്ടാവുക എന്നത്. വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അഞ്ചാമത്തതാണ് പേൻ ശല്യം. ആ നാട്ടിലുള്ള ആളുകൾക്ക് ധാരാളമായി പേനുണ്ടായി, അവർക്കതുകൊണ്ട് പ്രയാസമുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, അത് മാറിക്കിട്ടി. പക്ഷേ മാറിയതോടുകൂടി അഹങ്കാരം വീണ്ടും വർദ്ധിച്ചു. ഇനി ആറാമത്തെ ദൃഷ്ടാന്തമാണ് തവളകൾ പെരുകി. എവിടെ നോക്കിയാലും തവള, വീട്ടിനകത്തും തവള, നാട്ടിലും തവള, പോകുന്ന സ്ഥലത്തും തവള, പാത്രം തുറന്നാലും തവള. അങ്ങനെ എല്ലായിടത്തും തവളകൾ കൊണ്ട് ആ സമുദായത്തെ, ആ ഫിർഔനിനെയും കൂട്ടരെയും പരീക്ഷിച്ചു. അവിടെയും വിധേയപ്പെട്ട് അള്ളാഹുവിൽ കീഴൊതുങ്ങി വന്നിട്ടില്ല. ഫിർഔൻ അവർ മനസ്സിലാക്കിയെങ്കിലും മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, അവരുടെ പ്രയാസങ്ങൾ മാറി കിട്ടിയപ്പോഴേക്ക് ആ ഫിർഔനും കൂട്ടരും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മൂസാ നബി അലൈഹി സ്വലാമിനെയും എല്ലാം തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ ഏഴാമത്തെ ദൃഷ്ടാന്തമാണ് രക്തം എന്നുള്ളത്. എവിടെ നോക്കിയാലും രക്തം. വെള്ളമെടുത്താലും അതിൽ രക്തം, ഭക്ഷണം എടുക്കുമ്പോൾ അതിൽ രക്തം, വസ്ത്രം ധരിക്കുമ്പോൾ അതിൽ രക്തം. അങ്ങനെ രക്തം കൊണ്ട് അവരെ പരീക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള 5 ദൃഷ്ടാന്തങ്ങൾ, അതായത് ജലപ്രളയം, വെട്ടുകിളിയെ കൊണ്ടുള്ള ശല്യം, പേൻ ശല്യം, തവളശല്യം, രക്തം കൊണ്ടുള്ള പരീക്ഷണം, ഇങ്ങനെയുള്ള ഈ 5 കാര്യങ്ങൾ സൂറത്തുൽ അറാഫിൻ്റെ 33-ാമത്തെ വചനത്തിലാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഇനിയുള്ള ബാക്കി 2 ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് മഴയില്ലാതെ വരൾച്ച കാരണം പ്രയാസപ്പെട്ടു, വെള്ളമില്ലാതെ അവർ പ്രയാസപ്പെട്ടു. അതുപോലെ തന്നെ 9-ാമത്തെ ദൃഷ്ടാന്തം ഉൽപ്പന്നങ്ങളുടെ ദൗർബല്യതയുണ്ടായി. അവർ മഴയില്ലാതെ വിഷമിച്ചു, അതിലൂടെ കൃഷികൾ മുളയ്ക്കാതായി, പ്രയാസപ്പെട്ടു, ഉൽപ്പന്നങ്ങളുടെ ദൗർബല്യതയുണ്ടായി. ഇതാണ് സൂറത്തുൽ അറാഫിൻ്റെ 130-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിലൂടെ ആ സമുദായത്തിലേക്ക് അള്ളാഹു നടപ്പിലാക്കിയിട്ടും ആ മുഅ്ജിസത്തുകൾ അംഗീകരിക്കാതെ ഇതൊക്കെ ഒരു മാരണക്കാരൻ്റെ ചെയ്തിയാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് ഫിർഔനും കൂട്ടരും അഹങ്കാരം നടിച്ചു എന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, 9 മുഅ്ജിസത്തുകളാണ് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കിയത്. ഇത് നടപ്പിലാക്കിയത് എന്തിനാണ്? ആ ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കുകയും അതിലൂടെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ മുഅ്ജിസത്തുകൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഴിവാണോ? ഒരിക്കലുമല്ല. മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത കഴിവാണോ? ഒരിക്കലുമല്ല. മറിച്ച് മൂസാ നബി അലൈഹി സ്വലാമിലൂടെ അള്ളാഹു നടപ്പിലാക്കി എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണമാണ് നമ്മൾ 10-ാമത്തെ ആയത്തിൽ പഠിച്ച പാമ്പ് വടി നിലത്തിട്ടപ്പോൾ പാമ്പായ സംഭവം. വടി നിലത്തിട്ടപ്പോൾ പാമ്പായപ്പോൾ എന്താ മൂസാ നബി അലൈഹി സ്വലാം ചെയ്തത്? പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. തിരിഞ്ഞുപോലും നോക്കാതെ ഓടി എന്നാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത്. അപ്പോൾ സ്വന്തം കഴിവാണ് എങ്കിൽ, അല്ലെങ്കിൽ കൊടുത്ത കഴിവാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ ഓടേണ്ട ആവശ്യമില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാം പിന്തിരിഞ്ഞ് ഓടിയെന്നാണ്. അപ്പോൾ ഇടുക എന്ന പ്രവർത്തനം ചെയ്തത് മൂസാ നബി അലൈഹി സ്വലാം. അത് ഇടാൻ അള്ളാഹു കൽപ്പിച്ചു. പക്ഷേ അത് വടിയെ പാമ്പാക്കി മാറ്റുക എന്നത് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് മുഅ്ജിസത്ത് എന്നത് ഒരു നബിക്കും ഒരു അമ്പിയാക്കന്മാർക്കും ഒരു മുർസലിങ്ങൾക്കും കൊടുത്ത കഴിവല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി അടുത്ത ആയത്ത് നമുക്ക് ശ്രവിക്കാം. فلما جاءتهم آياتنا مبصرة قالوا هذا سحر مبين. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ സമുദായമായ ഫിർഔനിനെയും അവൻ്റെ കൂട്ടരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കാൻ, അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് ആ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല പല ദൃഷ്ടാന്തങ്ങളും മൂസാ നബി അലൈഹി സ്വലാമിലൂടെ നടപ്പിലാക്കി. 9 ദൃഷ്ടാന്തങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം ആ സമുദായത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും, അതാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ഫലമ്മാ ജാഅത്ഹും ആയാതുനാ മുബിസിറതൻ, എല്ലാ ആയത്തുകളും എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർക്ക് മേൽ വന്നെത്തിയിട്ടും അവർക്ക് കാണിക്കപ്പെട്ടിട്ടും എല്ലാം മുബിസിറത്തൻ, കണ്ണു തുറപ്പിക്കുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളെയും
അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടും ഖാലു ഹാദാ സിഹ്റും മുബീൻ, അവർ പറഞ്ഞു ഇത് ഒരു മാരണക്കാരൻ്റെ മാരണവിദ്യ മാത്രമാണ് എന്നു പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുകയുണ്ടായി. എല്ലാ ദൃഷ്ടാന്തങ്ങളും 9 ദൃഷ്ടാന്തങ്ങൾ അവർക്ക് അവതരിപ്പിച്ചു. ആ 9 ദൃഷ്ടാന്തങ്ങളെയും തള്ളിക്കളയുകയാണ് ഫിർഔനും കൂട്ടരും ചെയ്തത് എന്നത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. 9 ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നേർക്കാഴ്ചയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. നേരിൽ കണ്ട് ബോധ്യപ്പെട്ട സംഭവങ്ങളാണ് അവർ പറയുന്നത് ഖാലു ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ മാരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തെ തള്ളിക്കളയാൻ ന്യായങ്ങളുണ്ടാക്കി എന്നതാണ്. ഒരിക്കലും ഇത് സിഹറല്ല. എല്ലാ പ്രവാചകന്മാരും തൻ്റെ സമുദായത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവരൊക്കെയും ഓരോ ആരോപണങ്ങൾ പറഞ്ഞു വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷം അൽ അമീനായ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ് അൻത മജ്നൂൻ, ശത്രുക്കൾ പറഞ്ഞു നീ ഭ്രാന്തനാണ് എന്ന്, നഊദു ബില്ലാഹ്. അതുപോലെ തന്നെ അൻത സാഹിർ, നീ ഒരു മാരണക്കാരനാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുമ്പോൾ അവർ പറഞ്ഞു ഇത് മാരണക്കാരൻ്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തിയെന്നാണ്. ഇതൊരു ബാധയേറ്റവൻ്റെ സംസാരമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിയപ്പോൾ ശത്രുക്കൾ പറഞ്ഞു. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മറുപടി പറഞ്ഞതാണ്. ഇതുപോലെ ഫിർഔനിൻ്റെ ആളുകൾ, ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കാതിരിക്കാൻ ന്യായം കണ്ടെത്തുകയാണ്. തീർച്ചയായും ഖാലു ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ മാരണ പ്രവർത്തനങ്ങളാണ് എന്ന് അവർ ധിക്കരിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അവരുടെ ധിക്കാരവും അവരുടെ നിഷേധവും എത്ര കണ്ട് ഊക്കുള്ളതാണ് എന്നാണ് 14-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം. وجحدوا بها واستيقنتها أنفسهم ظلما وعلوا فانظر كيف كان عاقبة المفسدين. وجحدوا بها, അവർ നിഷേധിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. വസ്തൈഖനത്ഹാ അൻഫുസഹും, അവർക്ക് ദൃഢബോധമുണ്ട്, അവർക്ക് സത്യമെന്താണെന്ന് അവരുടെ മനസ്സുകൾക്ക് മനസ്സിലായി, അവരുടെ ഹൃദയങ്ങൾക്കുറപ്പുണ്ട് ഇത് ശരിയാണ് എന്ന്. മൂസാ നബി അലൈഹി സ്വലാം പറയുന്നതാണ് ശരി, അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നൊക്കെ അവർക്ക് സ്വയം ബോധമുണ്ട്. വസ്തൈഖനത്ഹാ, ദൃഢവിശ്വാസമുണ്ടായി, അൻഫുസഹും, അവർക്ക് തന്നെയും. ഓരോ ആളുകൾക്കും ബോധ്യപ്പെട്ടു മൂസയുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത്. പക്ഷേ വജഹദൂ ബിഹാ, അവർ അതിനെ നിഷേധിച്ചു. ളുൽമൻ വ ഉലുവ, അക്രമം പ്രവർത്തിച്ചുകൊണ്ട്. ക്രമം എന്നുള്ളത് അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നതാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അക്രമമാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, ഞാനാണ് റബ്ബ് എന്ന് പറയുക. ഫിർഔൻ പറഞ്ഞല്ലോ അന റബ്ബുക്കുമുൽ അഅല എന്ന്. അത് അക്രമമാണ്. ക്രമത്തിൽ നിന്ന് തെറ്റിപ്പോകലാണ് അക്രമം, അതാണ് ളുൽമ്. അപ്പോൾ ളുൽമ് ചെയ്തുകൊണ്ട്, അക്രമം പ്രവർത്തിച്ചുകൊണ്ട്, അതോടൊപ്പം വഉലുവ, അതായത് അഹങ്കരിച്ചുകൊണ്ട്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവർക്ക് ബോധ്യപ്പെട്ടിട്ടാണ് അവർ നിഷേധിച്ചത്. ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നു, ഐ അലിമു ഫി അൻഫുസിഹിം, അവർ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നഹ ഹഖ്ഖും മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വലാകിൻ ജഹദൂഹ വആനദൂഹ വകാബറൂഹ, പക്ഷേ അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല, അവർ അതിനെ നിഷേധിച്ചു കളഞ്ഞു, അവർ അതിൽ അഹങ്കാരം നടിക്കുകയും ചെയ്തു എന്നാണ്. അതായത് ഉലൂവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇസ്തിക്ബാറൻ അനിൽ ഹക്ക് എന്നാണ് ഉലൂവൻ എന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് സത്യത്തിൽ നിന്ന് തെറ്റി അവർ അഹങ്കാരം നടിച്ചു നിന്നു. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔൻ്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന റബ്ബുക്കുമുൽ അഅല എന്നാണ് പറഞ്ഞത്, ഞാനാണ് ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിച്ചവനാണ് ഫിർഔൻ.
അതുകൊണ്ട് തന്നെ സത്യം ബോധ്യപ്പെട്ടിട്ടും സത്യം സ്വീകരിക്കാതെ അവരുടെ അഹങ്കാരം നിമിത്തം അവർ സത്യത്തെ നിഷേധിച്ചു. അതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് അവർ നിഷേധിച്ചതുകൊണ്ട് തന്നെ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഫൻദുർ, നോക്ക്, കൈഫ എങ്ങനെയാണ്, കാന ആഖിബത്തു പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നീ നോക്ക്, മുഫ്സിദീൻ ഫസാദുണ്ടാക്കിയ പ്രശ്നക്കാരായ ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് എന്ന് നബിയെ താങ്കൾ നോക്കിക്കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. 9 ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അവരിലേക്ക് അള്ളാഹു നടപ്പിലാക്കിയിട്ടും അതിനെ മനസ്സുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടും ഹൃദയം കൊണ്ട് ദൃഢവിശ്വാസമുണ്ടായിട്ടും ബോധ്യപ്പെട്ടിട്ടും അവർ എന്തുകൊണ്ട് നിഷേധിച്ചു? അഹങ്കാരം നിമിത്തം അവർ നിഷേധിച്ചതുകൊണ്ട് അവരുടെ ആഖിബത്ത് മോശമായി, അഹങ്കാരം നിമിത്തം അവരുടെ പര്യവസാനം മോശമായി എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു അവരുടെ പര്യവസാനം? അവർക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, നല്ല അധികാരമുണ്ടായിരുന്നു, അധികാരത്തിനൊത്ത് അണികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ധാരാളം കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും മരിക്കുന്ന സമയത്ത് ഒരിറ്റ് കണ്ണുനീരിറ്റിക്കാൻ പോലും ഒരാളും ബാക്കിയാവാത്ത രൂപത്തിൽ എല്ലാവരും മുങ്ങി നശിച്ചു. അവരുടെ സമ്പത്ത് ഉപകരിച്ചില്ല, അവരുടെ അധികാരങ്ങൾ ഉപകരിച്ചില്ല, അവരുടെ കുടുംബങ്ങൾ ഉപകരിച്ചില്ല. ഇങ്ങനെ ഒന്നും ഉപകരിക്കാതെ കടലിൽ മുങ്ങി നശിക്കുകയായിരുന്നു ഫിർഔനും കൂട്ടരും. അവരുടെ പര്യവസാനം ഏറ്റവും മോശമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുനിയാവിൻ്റെ ലാഭത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ മതനിയമങ്ങളെ മാറ്റി നിർത്തരുത് എന്നതാണ്. ദുനിയാവിൽ എന്തെങ്കിലും നേടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നതിനെ മാറ്റി നിർത്തുക എന്ന ഒരു ശൈലി ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസഹും, അവർ സത്യം മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ നിഷേധിച്ച് കളഞ്ഞവർ, അവർക്കാണ് പര്യവസാനം മോശമായത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സത്യം മനസ്സിലാക്കിയ നമ്മൾ ആ സത്യത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ, ആ സത്യത്തിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.